ദൈവനാമത്തിൽ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം ചിന്തിക്കാനായി ഒരുങ്ങുന്നത് 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തെക്കുറിച്ചാണ്. വേദപുസ്തകമുള്ളവർ ദയവായി തുറന്നു വെക്കുക. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം യഹൂദയുടെ രാജാവായ ആസായുടെ ഭരണത്തിന്റെ ആദ്യഘട്ടത്തെ വിവരിക്കുന്നു. ശലോമോന്റെ മരണശേഷം വിഭജിക്കപ്പെട്ട രാജ്യം പല ആത്മീയ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിരുന്നു. രഹബയാം, അബിയാവ് എന്നിവരുടെ ഭരണത്തിനു ശേഷം ആസ രാജാവാകുമ്പോൾ രാജ്യം രാഷ്ട്രീയമായും ആത്മീയമായും പുനരുദ്ധാനം ആവശ്യമായ അവസ്ഥയിലായിരുന്നു. ഈ അധ്യായം ആസായുടെ ഭരണത്തെ വെറും രാഷ്ട്രീയ വിജയമായി ചിത്രീകരിക്കുന്നില്ല, മറിച്ച് ദൈവഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയ നവീകരണത്തിന്റെയും മാതൃകയായി അവതരിപ്പിക്കുന്നു. വിഗ്രഹാരാധനയെ നീക്കം ചെയ്യുകയും ജനങ്ങളെ ദൈവത്തിലേക്ക് തിരികെ വിളിക്കുകയും ശത്രുക്കളുടെ ആക്രമണ സമയത്ത് യഹോവയിൽ ആശ്രയിക്കുകയും ചെയ്ത രാജാവാണ് ആസ. ഈ അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം ഇതാണ്: ദൈവത്തെ അന്വേഷിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്ന വ്യക്തിയെയും സമൂഹത്തെയും ദൈവം സമാധാനത്താലും വിജയത്താലും അനുഗ്രഹിക്കുന്നു. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നാം ചിന്തിക്കുമ്പോൾ, അബിയാവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകനായ ആസ യഹൂദയുടെ രാജാവായി. ഈ കാലത്ത് വടക്കൻ രാജ്യം ആത്മീയമായി കൂടുതൽ ദൈവത്തിൽ നിന്ന് അകന്നിരുന്നു. യഹൂദയിലും വിഗ്രഹാരാധനയും അന്യ ദൈവാരാധനയും വ്യാപിച്ചിരുന്നു. എന്നാൽ ആസ തന്റെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു പ്രധാന തീരുമാനമെടുത്തു: ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഭരണം നടത്തുക. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി സൈന്യത്തിലോ സമ്പത്തിലോ അല്ല, ദൈവത്തോടുള്ള ബന്ധത്തിലാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആസായുടെ ആത്മീയ നവീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബൈബിൾ ആസായെക്കുറിച്ച് ആദ്യം പറയുന്നത്, അവൻ തന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടിയിൽ നല്ലതും നേരുള്ളതും ചെയ്തു. 2 ദിനവൃത്താന്തം 14:2. ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അടിത്തറ. ആസായെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ ബലിപീഠങ്ങൾ നീക്കം ചെയ്തു, പൂജാഗിരികൾ നശിപ്പിച്ചു, അശേര പ്രതിമകൾ വെട്ടിമാറ്റി, വിഗ്രഹാരാധന അവസാനിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചു. ഇതൊരു പ്രധാന ആത്മീയ സത്യത്തെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. ആത്മീയ ഉണർവ് ദൈവത്തെ അന്വേഷിക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ദൈവത്തിന് വിരോധമായതെല്ലാം ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലും ആരംഭിക്കുന്നു. യഥാർത്ഥ നവീകരണം എന്താണ്? നവീകരണം അല്ലെങ്കിൽ റിഫർമേഷൻ എന്നത് പുതിയ കാര്യങ്ങൾ ചേർക്കുക മാത്രമല്ല, അത് പാപം ഉപേക്ഷിക്കുക, തെറ്റായ ആരാധന അവസാനിപ്പിക്കുക, ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക, വിശുദ്ധ ജീവിതം ആരംഭിക്കുക. സഭയുടെ ചരിത്രത്തിലുണ്ടായ എല്ലാ ആത്മീയ ഉണർവുകളും ഈ തത്വത്തിലാണ് ആരംഭിച്ചത്. ദൈവത്തെ അന്വേഷിക്കുവാനുള്ള ആഹ്വാനം. ആസ ജനങ്ങളോട് കൽപ്പിച്ചു: നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ അന്വേഷിക്കുകയും അവന്റെ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും അനുസരിക്കുകയും ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങൾ ഒരുമിച്ച് കാണാം. 1, ദൈവത്തെ അന്വേഷിക്കുക. 2, ദൈവവചനത്തെ അനുസരിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്നുവെന്ന് പറയുന്നവൻ അവന്റെ വചനം അനുസരിക്കാതിരുന്നാൽ അത് യഥാർത്ഥ ആത്മീയതയല്ല. സമാധാനം എന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ അധ്യായത്തിൽ പലവട്ടം സമാധാനം എന്ന ആശയം ആവർത്തിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നു, യഹോവ അവന് വിശ്രമം നൽകി. ഇത് വെറും യുദ്ധമില്ലാത്ത അവസ്ഥയല്ല. ബൈബിളിലെ ശാലോം എന്ന ആശയം ഉൾക്കൊള്ളുന്നത് സുരക്ഷ, സമൃദ്ധി, ആത്മീയ ആരോഗ്യം, ദൈവ സാന്നിധ്യം, സാമൂഹിക ഐക്യം, ദൈവത്തോടുള്ള ശരിയായ ബന്ധമാണ് യഥാർത്ഥ സമാധാനത്തിന്റെ ഉറവിടം. സമാധാന കാലത്തിന്റെ ഉത്തരവാദിത്വം എന്തെന്നാൽ, ആസ പറയുന്നത്, ദേശം നമ്മുടെ മുമ്പിലുണ്ട്, നമുക്ക് പട്ടണങ്ങൾ പണിയാം. സമാധാന കാലത്ത് അദ്ദേഹം അലസനായിരുന്നില്ല. അദ്ദേഹം കോട്ടകൾ പണിതു,
മതിലുകൾ നിർമ്മിച്ചു, കവാടങ്ങൾ സ്ഥാപിച്ചു, രാജ്യത്തെ ശക്തിപ്പെടുത്തി. ഇതൊരു പ്രധാന നേതൃത്വ പാഠമാണ്. ദൈവം നൽകുന്ന സമാധാന കാലം ആത്മീയമായും സാമൂഹികമായും ഭാവിക്കായി തയ്യാറെടുക്കാനുള്ള സമയമാണ്. ഇന്ന് സഭയ്ക്കും വ്യക്തി ജീവിതത്തിനും പ്രതിസന്ധിയില്ലാത്ത സമയങ്ങൾ ആത്മീയ വളർച്ചയ്ക്കായി ഉപയോഗിക്കണം. സൈന്യവും വിശ്വാസവും. ആസയ്ക്ക് ശക്തമായ സൈന്യമുണ്ടായിരുന്നു. യഹൂദയിൽ നിന്നുള്ളവരും ബെന്യാമീനിൽ നിന്നുള്ളവരും ചേർന്ന് വലിയ സൈനിക ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ബൈബിൾ ഒരിക്കലും പറയുന്നില്ല ആസ തന്റെ സൈന്യത്തിൽ ആശ്രയിച്ചു എന്ന്. മറിച്ച് ശത്രു വന്നപ്പോൾ അദ്ദേഹം ദൈവത്തിലേക്ക് തിരിഞ്ഞു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് തയ്യാറെടുപ്പ് ആവശ്യമാണ്, എന്നാൽ അന്തിമ ആശ്രയം ദൈവത്തിലായിരിക്കണം. ഇവിടെ സേരഹിന്റെ ആക്രമണത്തെക്കുറിച്ച് പറയുന്നു. കൂശ്യനായ സേരഹ് 10 ലക്ഷം സൈനികരുമായി യഹൂദയെ ആക്രമിച്ചു. ഇത് യഹൂദയുടെ സൈന്യത്തെക്കാൾ വളരെ വലിയ ശക്തിയായിരുന്നു. മനുഷ്യരുടെ കാഴ്ചയിൽ വിജയസാധ്യത വളരെ കുറവായിരുന്നു. എന്നാൽ വിശ്വാസിയുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വിശ്വാസം സാഹചര്യങ്ങളെ നിഷേധിക്കുന്നില്ല, പക്ഷേ സാഹചര്യങ്ങളെക്കാൾ വലിയവനാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നു. ആസായുടെ പ്രാർത്ഥന വിശ്വാസത്തിന്റെ മാതൃകയാണ്. ഈ അധ്യായത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗം ആസായുടെ പ്രാർത്ഥനയാണ്. അദ്ദേഹം പറയുന്നത്, യഹോവേ, ശക്തിയുള്ളവനെയും ശക്തിയില്ലാത്തവനെയും സഹായിക്കുന്നതിൽ നിനക്ക് വ്യത്യാസമില്ല. ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നു. ഈ ചെറിയ പ്രാർത്ഥനയിൽ വലിയ ദൈവശാസ്ത്രം അടങ്ങിയിരിക്കുന്നു. ആസ സമ്മതിക്കുന്നു, ഞങ്ങൾ ദുർബലരാണ്, നീ സർവശക്തനാണ്, ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു. ഈ യുദ്ധം നിന്റെ നാമത്തിന് വേണ്ടിയാണ്. ഇത് വിശ്വാസത്തിന്റെ യഥാർത്ഥ രൂപമാണ്. ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആസായുടെ വിജയത്തിന്റെ രഹസ്യം അവന്റെ സൈന്യത്തിന്റെ വലിപ്പമല്ല, അത് വിനയം, പ്രാർത്ഥന, ദൈവവിശ്വാസം, ദൈവത്തിലുള്ള ആശ്രയം. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന്റെ അർത്ഥം ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല. നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിച്ച ശേഷം ഫലം ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് യഥാർത്ഥ ആശ്രയം. ഇവിടെ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഹോവ ആസായുടെയും യഹൂദായുടെയും മുമ്പിൽ കൂശ്യരെ തോൽപ്പിച്ചു. വിജയം മനുഷ്യരുടെ കഴിവിന്റെ ഫലമല്ല, ദൈവത്തിന്റെ ഇടപെടലിന്റെ ഫലമാണ്. ഇവിടെ വീണ്ടും ദിനവൃത്താന്തകാരൻ ആവർത്തിക്കുന്ന സന്ദേശം വ്യക്തമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടുന്നില്ല. വിജയത്തിന്റെ അനുഗ്രഹം എന്തെന്നാൽ, യുദ്ധവിജയത്തിന് ശേഷം യഹൂദ വലിയ സമ്പത്ത് നേടി. ഇത് കൊള്ളയടിക്കലിന്റെ ചരിത്ര വിവരണം മാത്രമല്ല. ദൈവത്തിന്റെ അനുഗ്രഹം പലപ്പോഴും വിശ്വാസത്തിന്റെ വഴിയിലാണ് ലഭിക്കുന്നത്. എന്നാൽ അനുഗ്രഹത്തിന്റെ ലക്ഷ്യം സ്വാർത്ഥ സുഖമല്ല, ദൈവത്തിന്റെ മഹത്വവും സമൂഹത്തിന്റെ നന്മയുമാണ്. പുതിയ നിയമത്തിലെ പൂർത്തീകരണമായി നാം കാണുന്നത് ആസായുടെ ജീവിതം യേശുക്രിസ്തുവിലേക്ക് നമ്മെ നയിക്കുന്നു. ക്രിസ്തുവും പാപത്തെ നീക്കുന്നു, ആത്മീയ നവീകരണം നൽകുന്നു, യഥാർത്ഥ സമാധാനം നൽകുന്നു, ദൈവത്തിലേക്കുള്ള വഴി തുറക്കുന്നു. ആസ വിഗ്രഹങ്ങളെ നീക്കം ചെയ്തു. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലെ വിഗ്രഹങ്ങളെ നീക്കുന്നു. ആസ രാജ്യത്തിന് സമാധാനം നൽകി. ക്രിസ്തു മനുഷ്യന് ദൈവത്തോടുള്ള സമാധാനം നൽകുന്നു. ഇന്നത്തെ സഭയോട് പറയുവാനുള്ളത്, ആത്മീയ നവീകരണം സഭയിൽ ആരംഭിക്കണം. കാരണം സഭ വളരണമെങ്കിൽ ആദ്യം പാപവും ആത്മീയ അലംഭാവവും നീക്കം ചെയ്യണം. 2, സമാധാനകാലം പാഴാക്കരുത്. കാരണം പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് ആത്മീയ വളർച്ചയും നേതൃത്വ പരിശീലനവും ശുശ്രൂഷ വികസനവും നടത്തണം. 3, ദൈവവിശ്വാസം പ്രതിസന്ധിയിൽ തെളിയുന്നു. കാരണം പ്രതിസന്ധി ഇല്ലാത്തപ്പോൾ എല്ലാവർക്കും വിശ്വാസമുണ്ടെന്ന് പറയാം. എന്നാൽ യഥാർത്ഥ വിശ്വാസം പരീക്ഷണ സമയത്താണ് പ്രകടമാകുന്നത്. 4, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. കാരണം ആസ ആദ്യ യുദ്ധതന്ത്രമല്ല, പ്രാർത്ഥനയാണ് തിരഞ്ഞെടുത്തത്. സഭയുടെ ഏറ്റവും വലിയ ശക്തിയും പ്രാർത്ഥന തന്നെയാണ്.
അഞ്ചാമത്, ദൈവമാണ് വിജയത്തിൻ്റെ ഉറവിടം. കാരണം വിജയത്തിന് ശേഷം സ്വയം മഹത്വപ്പെടുത്താതെ ദൈവത്തിന് മഹത്വം നൽകണം. വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യുകയാണെങ്കിൽ ഈ അധ്യായം ഓരോ വിശ്വാസിയോടും ചോദിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വിരോധമായ വിഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? പ്രതിസന്ധിയിൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കുന്നുണ്ടോ? എൻ്റെ ആത്മീയ ജീവിതം സമാധാന കാലത്ത് വളരുന്നുണ്ടോ? ഞാൻ എൻ്റെ കഴിവിലാണോ ആശ്രയിക്കുന്നത്, അതോ ദൈവത്തിലാണോ? 2 ദിനവൃത്താന്ത 14-ാം അധ്യായം ആത്മീയ നവീകരണത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ, ദൈവത്തിലുള്ള ആശ്രയത്തിൻ്റെ ശക്തമായ സാക്ഷ്യമാണ്. ആസ തൻ്റെ ഭരണത്തിൻ്റെ തുടക്കത്തിൽ ദൈവത്തെ അന്വേഷിച്ചു, വിഗ്രഹാരാധന നീക്കം ചെയ്തു, ജനങ്ങളെ ദൈവത്തിലേക്ക് നയിച്ചു. അതിൻ്റെ ഫലമായി ദൈവം അവന് സമാധാനവും വിജയവും നൽകി. സേരഹിന്റെ വലിയ സൈന്യത്തെ നേരിട്ടപ്പോൾ ആസ മനുഷ്യശക്തിയിലല്ല, ദൈവശക്തിയിലാണ് ആശ്രയിച്ചത്. ആ വിശ്വാസത്തിന് ദൈവം മറുപടിയും നൽകി. ഇന്നത്തെ വിശ്വാസിക്കും സഭയ്ക്കും ഈ അധ്യായം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. ആത്മീയ നവീകരണം, വിശ്വാസം, പ്രാർത്ഥന, ദൈവത്തിലുള്ള ആശ്രയം എന്നിവയാണ് യഥാർത്ഥ വിജയത്തിന്റെ അടിസ്ഥാനം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിന്റെ കേന്ദ്ര സന്ദേശം എന്തെന്നാൽ, ദൈവത്തെ അന്വേഷിക്കുകയും അവനിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം സമാധാനവും ശക്തിയും വിജയവും നൽകുന്നു. മനുഷ്യശക്തിക്ക് പരിധിയുണ്ട്, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസത്തിന് ഒരു പരിധിയുമില്ല. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.